ഇന്ന് മറുപടികളുടെ ദിവസമാണെന്ന് തോന്നുന്നു. ജോൺ ബ്രിട്ടാസിനോട് നല്ല കിടുക്കൻ മറുപടിയാണ് നമ്മുടെ KM ഷാജി കൊടുത്തിരിക്കുന്നത്. അതായത് എന്താണെന്ന് പറയുക, ഈ PM ശ്രീ വിവാദം ഇപ്പോഴും കിടന്ന് തിളയ്ക്കുകയാണ്. ഈ PM ശ്രീ വിവാദം എന്നും എത്തിയിട്ടില്ല. സത്യത്തിൽ ഈ PM ശ്രീയിൽ ഒപ്പിട്ടത് ആരാണെന്ന് ഇവിടെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. CPM പാർട്ടിയാണ്, P ശിവൻകുട്ടിയാണ്. കാരണം CPIയോട് പോലും ചോദിക്കാതെ, അവരോട് പോലും ഇത് ശരിയാകോ എന്ന് ചർച്ച നടത്താതെ CPIM നേതാവായ, അതായത് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടിയും നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് കൂടിയിട്ടാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. ഇതിന്റെ ഇടനിലക്കാനായിട്ട് നിന്നതാണെങ്കിലോ MP ജോൺ ബ്രിട്ടാസ് ആണ്. പക്ഷെ അതേ ജോൺ ബ്രിട്ടാസ് തന്നെ മറ്റുള്ളവരെ മുന്നിൽ നായാളും തോറ്റു, കേരളത്തിൽ നിന്ന് ഭരണം പോയി. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ജോൺ ബ്രിട്ടാസ് തെയ്യം തുള്ളി കളിക്കുകയാണ്. അതായത് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്ന മറ്റൊരു വാദം എന്താണെന്നറിയോ, ഇനിയെങ്കിലും നിങ്ങൾ സമ്മതിക്കണം, കാരണം BJP സമ്മർദ്ദമുണ്ടെന്നും അതിന് വഴങ്ങുകയാണെന്നും UDF തുറന്നു പറയണമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചത്. ഇനി മറ്റൊരു വസ്തുത എന്താണെന്ന് അറിയോ, ഈ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് ഇവരുടെ ഇടയിൽ ഇടനിലക്കാർ. അതായത് ഈ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ വേണ്ടിയിട്ട് സകല അതും പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയാണ്, എവിടേക്കാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വ്യക്തതയോട് വെടുപ്പോടും കൂടി പറഞ്ഞു കൊടുത്ത V ശിവൻകുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ആൾ ആരാന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ ആളാണ് ഈ ജോൺ ബ്രിട്ടാസ്. ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് പാർട്ടിക്ക് ഒരു കേരളത്തിന് കോട്ടം തട്ടി ഇനി ഒരു ചുവപ്പ് പാർട്ടിക്ക് ഉണ്ടാവോ എന്ന് വെച്ചിട്ട് പാർട്ടിക്ക് ഇനി ഒരു പുനർജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും ഇവിടെ കേരളക്കാരെ മനസ്സിലാക്കി നിങ്ങളാണ് ഒപ്പിട്ടതെന്ന്. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾക്ക് വരുത്തി തീർക്കണം ഇത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഒപ്പിട്ടതെന്നുള്ള അറിയാനായിട്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കപടത അഴിഞ്ഞു വീഴുകയാണ്. ഇത്രയും നാള് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാര്യമാണ്, ഒരു പ്രാവശ്യം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇതിൽ ഒരു പിന്തിരിവില്ല, അതായത് യൂട്ടേൺ ഇല്ല, ഇനി നമുക്ക് ഇതിന് യൂട്ടേൺ എടുക്കാൻ പറ്റില്ല, കാരണം കേന്ദ്രം എന്താണോ പറയേണ്ടത് അത് ഞങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനുള്ള മറുപടി ആയിട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി. ആ വാക്ക് നമുക്ക് എന്താണെന്ന് കേട്ടിട്ട് വരാം. അതായത് PM ശ്രീ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ കാര്യമായി ഒന്നും സംഭവിക്കില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ ചേരാതിരിക്കുകയോ ചെയ്താൽ PM ശ്രീയുടെ ആനുകൂല്യങ്ങൾ നഷ്ടമാകൂ എന്നാണ് രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് MP ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി മറുപടി പറഞ്ഞത്. ഉത്തരം പറയണം, കാരണം ഇത്രയും നാൾ ഈ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചത് എന്താണെന്നോ. എന്തായാലും ഇവര് KM ഷാജി അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞത് PM ശ്രീ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ കയറിയ PM ശ്രീ പദ്ധതി ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയും, പൂഴ്ത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും മുസ്ലിം ലീഗിന്റെ എല്ലാവരും സകലമാന വർഗീയ ശക്തികളെല്ലാം കൂടി കോൺഗ്രസിന് അങ്ങ് കുത്തിക്കൊടുത്തു. വോട്ട് കുത്തിക്കൊടുത്തു. ഈ വോട്ട് കുത്തിക്കൊടുത്ത് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോ KM ഷാജി ഉൾപ്പെടെയുള്ളവർ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പുറമേ നിന്ന് ഭരണത്തിന് പുറത്തു നിന്നിട്ട് പറയുന്ന പോലെയല്ല, ഭരണത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പറയുക എന്നത് KM ഷാജിക്ക് ഏറെക്കുറെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. KM ഷാജിക്ക് മനസ്സിലായി ഇനി അടവുകളൊന്നും നടക്കുകയില്ല. KM ഷാജി അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്, ഭരണത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ കാരണങ്ങൾ പറയാനുണ്ട്, പ്രതിപക്ഷത്തിന് പണ്ടെങ്ങാനും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടെന്ന് അത് ശരിയാകുമോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് ഇരട്ടത്താപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ VD സതീശനാണെങ്കിലും KM ഷാജി ആണെങ്കിലും PM ശ്രീ പദ്ധതിക്ക് അന്ന് എതിരായിരുന്നു. പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും കോലം വരെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ MSF പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും കത്തിച്ചതാണ്. ഇതൊന്നും കേരളക്കര മറന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എടുത്തൊരു തീരുമാനത്തിലാണ് നിങ്ങൾക്ക് തെറ്റു വന്നിരിക്കുന്നത്. എന്നാലും ഈ കേരളത്തിലുള്ളവർക്ക് മനസ്സിലായി ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് CPM പാർട്ടിക്കാരാണ് എന്ന് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങളത് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറയാം. കാരണം ഒരിക്കൽ പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ആനുകൂല്യം വേണമെങ്കിൽ നിങ്ങൾ പിന്മാറാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ആനുകൂല്യം വേണം. അവിടെ നിങ്ങൾ ജനങ്ങളെയാണ് പൊട്ടന്മാരാക്കാൻ നോക്കിയത്. നിങ്ങൾക്ക് ഈ ആനുകൂല്യം വേണം, ഒരിക്കൽ ഒപ്പിട്ടാൽ പിന്നെ പിന്മാറാനേ പാടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയല്ലേ. ഇതാണ് അന്നും ഇന്നും കോൺഗ്രസിനെ അടിക്കാനുള്ള വടി കയ്യിൽ കിട്ടിയാലും എങ്ങനെ അടിക്കണം നിങ്ങൾക്ക് അറിയില്ല. ആ വടി തിരിച്ച് നല്ല രീതിക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന CPM-കാര് നെറുകം തലക്കിട്ട് അടിച്ചു തരും. അങ്ങനെ ഒരു അടിയിലാണ് ഇപ്പൊ വീണ് കിടക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രിയായ VD സതീശനും KM ഷാജിയും എല്ലാം പെട്ടിരിക്കുകയാണ്. പക്ഷെ KM ഷാജി പറഞ്ഞ ഒരു കാര്യത്തിലൂടെ എനിക്ക് ഒരു എതിർപ്പില്ല. കാരണം ഇതിനെല്ലാം പിൻബലം കൊടുത്തതും ഒപ്പിട്ട് കൊടുക്കാൻ സഹായിച്ച ജോൺ ബ്രിട്ടാസ് ആണ്. അതേ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ വന്ന് സംസാരിക്കുന്നതിന് ഒരർത്ഥവുമില്ലാന്ന രീതിയിൽ സംസാരിച്ച KM ഷാജിയോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. കാരണം
ഇവിടെയുള്ള പലർക്കും അറിയില്ല അദ്ദേഹമാണ് ഇടയിലൂടെ ചരട് വലിച്ചതെന്ന്. പക്ഷെ ആ ചരട് വലിയുടെ രംഗം നിങ്ങൾ വ്യക്തമായി വെട്ടി തുറന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് 100 കുതിരപ്പവൻ ഞാൻ തരികയാണ്. കാരണം ഇവിടുത്തെ കോൺഗ്രസ്സുകാരിൽ പലർക്കും തന്നെ ഒരു ആർഗ്യുമെന്റ് ചെയ്യാനായിട്ട് ജോൺ ബ്രിട്ടാസ് ആണ് ഇതിന്റെ ഇടനിലക്കാരെന്ന് അറിയുകയില്ല. പകരം CPM-കാർക്ക് പോലും അറിയില്ല. അവർ വിചാരിച്ച് വി ശിവൻകുട്ടിയാണ് ഇതൊക്കെ ഒപ്പിട്ട് കൊടുത്ത് ഇതൊക്കെ പ്ലാൻ ചെയ്തതെന്ന്. അങ്ങനെയല്ല. കാരണം ഇതിന്റെ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പാലം എന്ന് പറയുന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് ആണ്. അതുകൊണ്ട് തന്നെ ആ പാലത്തിന് വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലാണ് KM ഷാജി സംസാരിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇനി ഈ പദ്ധതി കളയുമോ ഇല്ലയോ? കാരണം ഇവിടെ അധികാരത്തിൽ കയറിയത് കാരണം വർഗീയ ശക്തികളുടെയും പല ആളുകളുടെയും വോട്ട് നേടിയിട്ടാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ ഇവിടെ അധികാരത്തിൽ കയറിയത്. മാത്രവുമല്ല CPM പാർട്ടിയോടുള്ള എതിർപ്പ് പോലും ഇവർക്ക് വോട്ടായി മാറിയിട്ടുണ്ട്. 3.0 അധികാരത്തിൽ കയറുമെന്ന് വിചാരിച്ചിട്ട് ആ 3.0 വെട്ടിത്തുഴുങ്ങി 35 മാറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി സർക്കാരുടെ വെറുപ്പും വിദ്വേഷവും കാരണം മാത്രമാണ്. ഈ വെറുപ്പും വിദ്വേഷവും നിങ്ങൾ വോട്ടായി മാറ്റി. പക്ഷെ അതിൽ നിങ്ങൾ വിജയിച്ചു. ഇനി നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മതയോട് നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളെയും കേരള ജനത കടക്ക് പുറത്തെന്ന് പറയും.